നാളെ കാലത്ത് 10 മണിക്ക് രജിസ്റ്റർ കച്ചേരി വെച്ച് നമ്മുടെ വിവാഹം നടക്കും. അമ്മയോടൊന്ന് പറയണ്ടേ? നിയമപ്രകാരം ഞാനും സുലുവുമായി വിവാഹം നടന്നാൽ ആരും നമ്മളെ എതിർക്കയില്ല. ബാബുവിനെ ഞാൻ വരച്ച വരയിൽ നിർത്തും. വരും. നിനക്ക് അത്രയ്ക്ക് ധൈര്യം? മകളുടെ പ്രവൃത്തി കണ്ട് കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ തൃപ്തിയായോ? അന്തസ്സുള്ള ഒരു കുടുംബത്തിന് തോന്നിയാസം നടക്കും. ഈ വീട്ടിൽ ചോദിക്കാൻ ആളുണ്ടെന്നുള്ള ബോധം ഇവൾക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ മുഖത്ത് കരുതിയേക്കാൻ ഇവിടെ തുടങ്ങുമായിരുന്നു. അർദ്ധരാത്രി ഒരു പെണ്ണിന് വേണ്ടി കള്ളും കുടിച്ചിടക്കുന്ന ആഭാസന്മാരുമായി കത്തിക്കുത്തുണ്ടായാൽ ഈ കുടുംബത്തിന്റെ സൽപ്പേര് എന്താണ്? കുഞ്ഞമ്മേ, ഈ അപമാനമാണ് എന്റെ അച്ഛന് വേണ്ടി നിങ്ങൾ കണിവെക്കുന്ന തിരുമുൾ കാഴ്ച. മര്യാദകൾ കാണിച്ച് എവളെ ആ നിമിഷം അവിടെ വെച്ച് തന്നെ കൊന്നു കുടിച്ചു കൂടേണ്ടായിരുന്നു. സുലോചനെ, ഈ തറവാട് ഏതാണെന്ന് നിനക്കറിയാം. ഞാൻ ഈ വീട്ടിൽ ആരാണ്? ഞാനും നീയുമായുള്ള ബന്ധം എന്താണ്? പറയൂ. നീ കുടുംബത്തിന്റെ അംഗമാണ്, അതോ തെരുവ് തങ്ങി കിടക്കുന്ന നാടൻ കേട്ട അഹങ്കാരി? ഇഷ്ടമില്ലെങ്കിൽ എന്നെ പറഞ്ഞയക്കണം. എന്ത് പറഞ്ഞടി? നിന്നെ ഞാൻ എന്നെ ശിക്ഷിക്കാൻ എന്തധികാരം? അവനവന്റെ തെറ്റ് തിരുത്തിയതിനു ശേഷം മറ്റുള്ളവരെ ശാസിച്ചാൽ മതി. വേണ്ട, അവൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് അവളെ ശാസിക്കാൻ അധികാരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴാണ് സത്യമറിഞ്ഞത്. എന്റെ അമ്മയുടെ രക്തത്തിൽ പിറന്നവളായിരുന്നെങ്കിൽ ഇവളിത് പറയുകയില്ലായിരുന്നു. ചേട്ടനോട് പറയുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ബാബു കുഞ്ഞെ, നീ ഇതൊന്നും മനസ്സ് വെക്കരുതേ. ഞാനിതെല്ലാം ഇപ്പോഴാണ് അറിയുന്നത്. കുഞ്ഞമ്മേ, ഇനിയും എന്നെ മഠേനാക്കരുത്. മനസാക്ഷി വഞ്ചിച്ചു പറയും. പ്രസാദിന് എനിക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും അവനുമായുള്ള ബന്ധം തുടരാൻ കുഞ്ഞമ്മ മകളെ പ്രേരിപ്പിച്ചു. എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ അവന്റെ സൽക്കാരങ്ങളിൽ പങ്കുകൊണ്ടില്ല. നാട്ടുകാരെ കബളിപ്പിച്ചു കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുമായി കല്യാണം കഴിയാത്ത ഒരു പെണ്ണ് അർദ്ധരാത്രി വരെ ആടിപ്പാടി കുഴയുന്നതാണോ അഭിമാനം, സംസ്കാരം? ഈ വീട്ടിൽ കയറുതെന്ന് അവസാനമായി അവന് താക്കീത് കൊടുത്ത് അയച്ചിട്ടും അവന്റെ കൂടെ ഒളിച്ചോടാൻ ശ്രമിച്ചത് എന്നോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഈ വീട്ടിൽ പ്രസാദിനേക്കാൾ സ്ഥാനം എനിക്കുണ്ട്. കുഞ്ഞമ്മേ, എന്നെ അവഗണിച്ചാലും നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്ന അച്ഛനെങ്കിലും ഒരു നിമിഷം ഓർക്കാതിരുന്നത് മഹാപാപമാണ്, നന്ദികേടാണ്. എന്ത് വില കൊടുത്താലും ഈ കുടുംബത്തിന്റെ സൽപ്പേര് ഞാൻ നിലനിർത്തും. മോളെ, ഇത്ര വിവരക്കേട് നീ കാണിക്കാമോ? നമ്മുടെ ഭാവി മുഴുവൻ ബാബുവിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. പേടിച്ച് എത്ര നാൾ ഇങ്ങനെ കഴിയുമേ? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എനിക്കും കഴിവുണ്ട്. ഇനിയും ഇത് വളർത്തിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെയുള്ള എസ്റ്റേറ്റുകളെല്ലാം വിറ്റിട്ട് ബാംഗ്ലൂർ പോയി താമസിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളും കൂടെ വരാം. നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുണ്ടല്ലോ ആൺതുണ. ഇനി ആ ചുമതലയ്ക്ക് ഞാൻ അർഹനല്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മിസ്റ്റർ ബാബു, നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കണം.
മിസ്സിസ് തമ്പി നിങ്ങളുടെ അച്ഛന്റെ രണ്ടാം ഭാര്യ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്ന് ആളുകൾ നിങ്ങളെ പഴിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. സ്വരം മോശമാകുന്നതിന് മുമ്പ് പാട്ട് നിർത്തുകയാണ് നല്ലത്. ഇനി ഞാനും കുഞ്ഞമ്മയും ആളും കൂടി വീട്ടിൽ താമസിച്ചാൽ കൂടുതൽ ശത്രുത ഉണ്ടാവുകയുള്ളൂ. വിട്ടുവീഴ്ചകൾ കുടുംബജീവിതത്തിന് ആവശ്യമാണ്. അഭിമാനത്തെ അടിയറ വയ്ക്കുന്ന വിട്ടുവീഴ്ചയേക്കാൾ ഈ അകൽച്ചയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ മാറി താമസിക്കുന്നത് ഈ വീട്ടിൽ കലഹവും സ്പർദ്ധയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങളെ അനാഥരാക്കിയിട്ട് നീ പോയാൽ അത് ദൈവം സഹിക്കില്ല കുഞ്ഞെ. നിന്റെ അച്ഛൻ ഞങ്ങളെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ടല്ലേ ഇത്രനാളും സഹിച്ചും ക്ഷമിച്ചും ഞാൻ കഴിഞ്ഞത്. മാനേജർ സർ, നമ്മുടെ സ്വത്തുക്കളുടെ പ്രമാണങ്ങൾ എടുത്തു വയ്ക്കൂ. ആ റൂബി പ്ലാന്റേഷൻ മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ എസ്റ്റേറ്റുകളെല്ലാം വാങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ട് 2-3 ദിവസം മടങ്ങിയെത്തും. ഞങ്ങളെ പുറന്തള്ളാനാണോ കുഞ്ഞെ നീ ഇതെല്ലാം വിറ്റേച്ചു പോകുന്നത്? ഒരിക്കലുമല്ല. മറ്റുള്ളവർ ഗൂഢസംഘം ചേർന്ന് എന്നെ പുറന്തള്ളാതിരിക്കാൻ, എന്റെ രക്ഷയ്ക്ക് വേണ്ടി, സർവോപരി ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഇത് ആവശ്യമാണ്. ഡോക്ടർ, ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇത് നിങ്ങളുടെ കുടുംബകാര്യമാണ്. മിസ്റ്റർ ബാബുവിന് ഒരു തീരുമാനമെടുക്കാൻ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. അച്ഛൻ മരിച്ചപ്പോഴേ അറിയാം ഞങ്ങളുടെ ഗതി ഇതാകുമെന്ന്. കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ അതിസ്വാതന്ത്ര്യമാണ് ഇതിനെല്ലാം കാരണം. എന്താ സാരഥി രസം കൊണ്ടങ്ങനെ കാത്തിരിക്കുന്നേ? എന്നെ മുതലാളി എവിടെ? അടി വായിക്കാണ് എന്റെ വായിച്ചാൽ മതി, അതിന് മുതലാളി വേണമെന്നില്ല. പിന്നെ താൻ അടിച്ചവരല്ലേ ഉള്ളൂർ ആശുപത്രി കിടക്കുന്നു. ഇവിടെ ഊച്ചാളിയായിട്ട് പോരെ കേട്ടോ, ചുണ വേണം. അല്ല അത് കാണിച്ചു തരാം. എന്നെ മുതലാളി എവിടെന്നാ ചോദിച്ചത്? നിന്റെ പെങ്ങളെ കാണാൻ പോയിരിക്കുവാന്ന്. എന്റെ വീട്ടിലോ? ഇന്ന് ഞാൻ അവന്റെ കൊടലെടുക്കും. എന്റെ പൊന്ന് രാമോദര, കുടലെടുക്കല്ലേ, എന്റെ മുതലാളിക്ക് വയറ്റ് വേദന വരും. ഇവിടെ കരടി, നിന്റെ പെങ്ങളെ ഒറ്റ ആളിനെ ഉദ്ദേശിച്ച ഇതുവരെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കേട്ടാ. എന്നാലേ എന്റെ പെങ്ങളെ തന്നെ മുതലാളി കൊണ്ട് കാഴ്ച വെക്കാം. മതിയോ? ആ, അത് വേണ്ടി വരില്ല. അല്ലാതെ തന്നെ അവൾ അങ്ങനെയുള്ള പൊക്കോളം. അന്ന് ഞാൻ രണ്ടിനെ ഒന്ന് കുഴിച്ചു മുട്ടും. ആഹാ, ഇന്ന് തന്നെ കാണിച്ചു തരാം. അവൻ കത്തിയെടുത്ത് കാണിക്കുന്നു. നീ ആ ജോലിക്ക് പോകുന്ന നല്ലത്. ഞങ്ങൾ കുഴപ്പവും കാണിക്കും. പോയാൽ എന്ന് തിരിച്ചു വരും. കൂടിപ്പോയാൽ ഒരാഴ്ച. തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. പണ്ട് ദുഷ്യന്തൻ ശകുന്തലയെ പറ്റിച്ചതുപോലെ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. അമ്മയുടെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതിയാണ് ഞാൻ ഇക്കാര്യം നേരിട്ട് വന്ന് പറയുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ആ, പിന്നെ യാത്രയൊക്കെ സൂക്ഷിച്ചു വേണം കേട്ടോ. എനിക്കറിയാം എന്റെ ചുറ്റും കഴുകന്മാർ വട്ടമിടുന്നുവെന്ന്. നിങ്ങൾ തന്നെ പറയണം. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ഈ മാതിരി അക്രമം ചെയ്യുന്ന മുതലാളി എന്ത് ചെയ്യണം? അടിച്ചെടുത്ത് കടക്കാരി അറിയണം. വിടാൻ പാടില്ല. പിടിച്ച് തങ്ങനെ കെട്ടണം. ഇവിടെ പണിമുടക്കോ അവ ഇപ്പൊ നാട്ടുമുടക്കോ പകർക്കൊള്ളേ? അല്ല, തന്റെ മുതലാളി അഹങ്കാരം രണ്ടിനും നീ കാട്ടുന്നുണ്ട്. വീട്ടിനകത്ത് കയറിക്കൂടാൻ നിയമോത്തരവൊന്നുമില്ലല്ലോ. ഒരു തൊഴിലാളി കുടുംബത്തിന്റെ മാനത്തിൽ കത്തിവെക്കാനാണ് നിങ്ങളുടെ ഈ മുതലാളി വന്നിരിക്കുന്നത്, അറിയാം? എന്നാ കത്തി ഊരി തന്നാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകണം. താനാണ് കരിങ്കാലി. തന്നെ വേണം ആദ്യം മര്യാദ കൊടുക്കുക. വേണം. ഇന്ന് ഞാൻ ഇവിടെ കൊന്നു കുഴിച്ചു മൂടണം. നിങ്ങൾക്കൊക്കെ എന്ത് വേണം? എന്ത് വേണം? എന്റെ വീട്ടിൽ കയറി അക്രമം കാണിച്ചു. ഇപ്പൊ എന്ത് വേണം? മര്യാദകൾ കാണിച്ചാൽ അതിന് പകരം ചോദിക്കേണ്ടതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് അകത്തോട്ട് വരാമോ? നമ്മളെല്ലാവരും അടികൂടാൻ വന്ന ശത്രുക്കളല്ല. വരണം. പറ്റേ ആ മടിയും കൊണ്ടോ കാണിച്ചു വന്നാൽ മതി. എല്ലാവരും എടുത്തിട്ട് വരുന്നതാ. അകത്തോട്ട് വന്നതെന്ന് കാര്യം കേൾക്കളിയ. കാര്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് ഈ നാട്ടിൽ ഒരു പതിവാണ്. കാരണം അറിയാൻ ആർക്കും ആഗ്രഹമില്ല. വാളെടുത്തുണ്ടാ ഇവിടെ വെളിച്ചപ്പാടാണ്. ഈ നില തുടർന്നാൽ ഈ നാട് ചുടുകാടായി മാറും. ആ ചുടുകാട്ടിൽ നിന്നൊരു പുതിയ തലമുറ ഉണ്ടാവും. അതുപോലെയും വിശാസമൊക്കെ ആയിരിക്കും. അതെല്ലാം പോട്ടെ. നിങ്ങളൊക്കെ ഈ നാട്ടിലെ പ്രമാണികളാണ്. അതെ. എന്നാൽ ഈ പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. അതിന്റെ സൂചനയായി നിങ്ങളുടെ എല്ലാം മുൻപിൽ വെച്ച് ഇതാ ഈ വിവാഹമോചനം ഞാൻ അണിയിക്കാൻ പോവുകയാണ്. എനിക്കതിഷ്ടമല്ല. നീ ആരാടാ ചോദിക്കാം? എനിക്ക് എന്റെ മോൾക്ക് അത് ഇഷ്ടമാണ്. സ്ഥലം വിടളിയാ, അല്ലെങ്കിൽ കരടിയെ ഞങ്ങൾ പിടിച്ച് പൂച്ചാക്കി അടുക്കള കാത്തിട്ടടങ്ങി കേട്ടോ. ഇത് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ നടക്കട്ടെ.
ക്ഷമിക്കണം, ഇതൊക്കെ ആവേശത്തിന്റെ പേരിൽ കാണിച്ചതാണ്. ഇനി നമുക്ക് കല്യാണത്തിന് കാണാം. നടക്കല്ലോ. ഇപ്പൊ ഇനിയോ കാര്യം മനസ്സിലായത്. പോയി പോയി, ഇപ്പോഴൊക്കെ തീർന്നല്ലോ. എന്തോ സ്വത്ത് ഭാഗിക്കുന്നതിനെ പറ്റി ബാബു എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? ഇല്ല, ഇവിടെയുള്ള തോട്ടങ്ങളെല്ലാം വിൽക്കുക, ബാംഗ്ലൂരിലെ തോട്ടത്തിലുള്ള കെട്ടിടം കൂടുതൽ താമസ സൗകര്യമാക്കുക, അവിടെ ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നതിന് മൈസൂർ ഗവൺമെന്റിന് അപേക്ഷ കൊടുക്കുക. ഇത്രയുമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ. അപ്പോൾ വിട്ടുപിരിഞ്ഞ് താമസിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ? എന്നായാലും കല്യാണം കഴിഞ്ഞാൽ ഓരോരുത്തരും വിട്ടുപിരിയേണ്ടവരല്ലേ? പുകഞ്ഞ കൊള്ളി പുറത്ത്. ആട്ടെ, ഞങ്ങൾക്കുള്ള സ്വത്തിന്റെ കാര്യം എന്തായി? ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരെല്ലാമാണ്? മാസ്റ്റർക്ക് ഇവിടുന്ന് ഭാഗം കിട്ടത്തക്കവണ്ണം വല്ല... അതല്ല, എന്റെ ശിഷ്യയ്ക്കും കുഞ്ഞമ്മയ്ക്കും. ന്യായം ആർക്ക് വേണമെങ്കിലും പറയാം. പിരിയുന്നതോട് സ്വത്തും ഭാഗിക്കണം. ഭാഗിക്കാനെന്തിരിക്കുന്നു? പാതി സ്വത്ത് നമുക്ക്, ബാക്കിയുള്ളത് ബാബു സാറെടുത്തു കൊള്ളട്ടെ. അതൊക്കെ വേണ്ട പോലെ എഴുതിക്കാൻ ബാബു അദ്ദേഹം നമ്മുടെ വക്കീലിന്റെ അടുത്ത് പോയിരിക്കുക. പിന്നെ ഒരു കാര്യം, ബാബു അദ്ദേഹത്തിന്റെ അമ്മയുടെ വകയാണ് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം. അതുകൊണ്ട് അദ്ദേഹം തരുന്നുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് നല്ലത്. പിന്നെ പിന്നെ ഞങ്ങൾ ഇവിടെ വലിഞ്ഞുകയറി വന്നവരൊന്നുമല്ല. ചേട്ടനെ പോലെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ട്. അദ്ദേഹം പറയുന്ന ആളിനെ കല്യാണം കഴിച്ചാൽ ഈ സ്വത്ത് മുഴുവനും കുഞ്ഞിന് എഴുതി തരും. പ്രസാദൻ എന്താ ഒരു കുറവ്? നല്ല മന്മഥനെ പോലെ ഒരു കൊച്ചൻ. ചേട്ടനൊരു തെണ്ടിപ്പെണ്ണിനെ കല്യാണം കഴിക്കാമെങ്കിൽ എനിക്കൊരു ചെറുപ്പക്കാരനെ പാടില്ലേ? കുഞ്ഞിന് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാം, പക്ഷേ അയാളൊരു കള്ളനോ കൊലപാതകയോ ആകരുതെന്ന് ബാബു അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. പ്രസാദിനെ ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീരം വരാതിരുന്നാൽ... കുഞ്ഞമ്മ ചുമ്മാതിരുന്നാട്ടെ, ഇവിടെ ഒരു സംഹാര താണ്ഡവം നടക്കും. എന്നാൽ മാസ്റ്ററുടെ നിലയായിരിക്കും ആ താണ്ഡവത്തിൽ ആദ്യം പോകുന്നത്. ബാബുവിന് ഇഷ്ടമില്ലാത്തത് തുറന്നു പറഞ്ഞുവെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള വക നിശ്ചയമായും തരും. ഏതായാലും 2 ദിവസത്തേക്ക് ബാബു ഇവിടെ ഇല്ലല്ലോ, നമുക്ക് ഒരു പരിപാടി ഇടാം. മനസ്സിൽ കണ്ടതെല്ലാം വടികുത്തിപ്പിടി. ബാബു ഉള്ളതെല്ലാം എഴുതിവിട്ട് നാടുവിടാനും തീരുമാനിച്ചു. നമ്മളെല്ലാം യൂസ്ലെസ്, ഒരു വാചകം മാത്രം. സാറേ, ഞങ്ങൾ തോറ്റിരിക്കുക. സാറെങ്കിലും പകരം ചോദിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആണുങ്ങളായി ജീവിച്ചോണ്ട് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒന്നുകിൽ ബാബു, അല്ലെങ്കിൽ നമ്മൾ. അത് തറവാട്ടുകാരുടെ ലക്ഷണം. ഈ നിമിഷം മുതൽ ഞാൻ അവൻ ഒരു നിഴൽ പോലെ പിന്തുടരാൻ പോവുകയാണ്. അവൻ പോകുന്ന സ്ഥലവും മേൽവിലാസവും കുറിച്ചെടുക്കാനാണോ? അല്ല, അവന്റെ ശവസംസ്കാരത്തിനുള്ള സ്ഥലം അന്വേഷിക്കും.